പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മളെ ടി വി തന്നെ എത്ര തവണ കണ്ട പടവും അത് ബിഗ് സ്ക്രീനിൽ വന്ന് കാണുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. നമ്മൾ ഓരോ സീനും എനിച്ചിന്ന് കൈയടിച്ചു. ആ സൗണ്ട് ക്വാളിറ്റി ആയാലും എല്ലാം പക്കയാണ്, ഒന്നും പറയാനില്ല, അടിപൊളി. എൻട്രി ഒക്കെ നമ്മൾ പൊളിച്ചില്ല. ടൈറ്റിലുണ്ട്, മെഗാസ്റ്റാർ മമ്മൂട്ടി എന്നൊക്കെ ടൈറ്റിലും കാര്യങ്ങളെല്ലാം ഉണ്ട്, പക്കയാണല്ലോ. ചേട്ടാ എങ്ങനെയുണ്ട് ക്വാളിറ്റി ചേട്ടാ നല്ല ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു വലിയ എന്നാലും ആ ഈ വർഷം ഇറങ്ങിയിട്ടും നമുക്ക് പറയാൻ വാക്കുകളില്ല. സൂപ്പർ, അടിപൊളിയാണ്. പറഞ്ഞില്ലേ, 24 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ പടമാണെന്ന് പറയില്ല. എന്ന് വെച്ചാൽ ഇപ്പോഴാ ക്യാമറയുടെ ക്ലാരിറ്റി പക്കയെന്ന് വെച്ചാൽ ഇപ്പോഴും ഷൂട്ട് ചെയ്ത കണക്കുള്ള രീതിയിലുള്ള ആ ഒരു ഇതിലാണ് ഇരുന്ന് കണ്ട പടം. സൂപ്പർ, അറമാദിക്കുകയല്ല, അതിനകത്ത് അറമാദിക്കുകയാണ്. കുറച്ച് മ്യൂസിക്കാണ് മാറ്റിയിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ ആ രംഗമൊക്കെ ഒന്ന് ജസ്റ്റ് ഒക്കെ ഒന്നും എല്ലാം മാറ്റിയിട്ടുണ്ട്. നല്ല രസം. അത് ചെറിയ രീതിയിൽ എല്ലാം. അതെ 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 അതെ. ഞാൻ പറഞ്ഞില്ലേ, ഈ 24 ഇപ്പോഴും ഇറങ്ങിയ പടം എന്നേ പറയും. അടിപൊളിയായിട്ടുണ്ട്. അമ്മാതിരി ഇത് പറയുന്നവര് പറയട്ടെ, അത് മനസ്സിലായില്ല. ഇത് പക്ക, ഒന്നും പറയാം. അതല്ലേ പറഞ്ഞത്, ആ 24 കൊല്ലങ്ങൾക്ക് മുമ്പ് പിടിച്ച പടമാണെന്ന് പറയില്ല. ഇപ്പോഴത്തെ ക്യാമറയിൽ എടുത്ത അതേ ക്വാളിറ്റി പക്ക. ഡാൻസ് നമ്മൾ അന്ന് കണ്ടതാണല്ലോ, അതുപോലെ തന്നെയാണ് ഇപ്പോഴും. അതിലൊന്നും സൂപ്പർ സൂപ്പർ സൂപ്പർ. ഓക്കെ, ശരിയാണ്. പടം കണ്ടിട്ട് വെച്ചാൽ നമ്മളെ ഒരു റിലീസ് പടം ചെയ്യില്ല, അതേ കണക്കിന് ഇത് തന്നെ. പക്ഷേ നമ്മളെ എഴുതി കാണിപ്പിന്റെ മേക്കപ്പ് എല്ലാം മാറ്റി എല്ലാം സെറ്റപ്പ് ആയിട്ട് നല്ല കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. കിടിലാന്ന് വെച്ചാൽ വലിയായിട്ട് പുതിയ നമ്മൾ റിലീസ് ചെയ്ത കണക്ക് തന്നെ ഇപ്പൊ നമ്മൾ ഇതാകുന്നുണ്ട്. വീണ്ടും കാണാൻ വീണ്ടും കൊതി വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഓരോ സീനുകൾ കാണാൻ തോന്നുമ്പോൾ നമ്മൾ ഇതായി പോയത്. അതിന്റെ സെറ്റപ്പ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല ഇതായിട്ട്. സൂപ്പർ, അടിപൊളി എന്ന് വെച്ചാൽ ബൈചേട്ടനൊക്കെ ചെയ്തിരിക്കുന്ന വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത തന്നെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അവരെ ഓക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തേ പറ്റും. കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്, ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ചേഞ്ച് എന്ന് വെച്ചാൽ നമ്മളെ BGM കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതി കാണിക്കുമ്പോൾ പഴയ കണക്കൊന്നും അല്ല, നല്ല കിടിലായിട്ട് പുതിയതായിട്ടുള്ളതെല്ലാം കയറ്റിക്കൊണ്ട് എഴുതി കാണിച്ചിട്ട് ഇതാക്കാൻ നല്ല മെരുപ്പായിട്ട് നല്ല ക്ലിയറായിട്ട് ചെയ്തിട്ടുണ്ട്. 4K കണ്ട, അതാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ ഒരു പടം എങ്ങനെ കാണുന്നത് അതിന്റെ ഡബിൾ ആയിട്ടാണ് കണ്ടത്. അത് സെറ്റപ്പ് ഇതാക്കിയിട്ടുണ്ട്. ഇങ്ങനത്തെ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയി തിയേറ്ററിൽ കാണും. 4K ഉണ്ടാകുന്ന വേറെ ഒന്നുമില്ല ബ്രോ. അതായത് എനിക്ക് 24 വർഷത്തിന് ശേഷം ഇറങ്ങിയ പടമാണ്. എനിക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്തൊരു പടമാണ്. പക്ഷേ പലതവണ പല ഇതിലായാലും CD കൈരടി TV-യിലൊക്കെ കണ്ട ഒരു സിനിമയാണ്. അപ്പോൾ എനിക്ക് വന്നപ്പോൾ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറ്റി മറിച്ചെന്ന് വെച്ചാൽ അന്നത്തെ കാലഘട്ടത്തിൽ ആ ഒരു സിനിമ ഇപ്പോഴത്തെ രീതിയിൽ 4K തലത്തിൽ വന്നപ്പോൾ ഒരു രക്ഷയില്ലാത്ത പടം എടുത്ത് വെച്ചിട്ടുണ്ട്. ഗംഭീരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഫാമിലിയായിട്ട് നമുക്ക് മസ്റ്റായിട്ട് പോയിട്ട് വീണ്ടും കാണാവുന്ന ഒരു പടം തന്നെയാണ്. സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ പറയേണ്ട കാര്യമില്ലല്ലേ, അത് കൊച്ചുകുട്ടികൾ വരെ കാണാത്ത ഒരു പടമല്ലേ ഇത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇതാണ്. വീട്ടിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. 4K നല്ല മികവോടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ അടിപൊളിയായി. നമ്മുടെ വർഷങ്ങളായിട്ട് 24 വർഷം മുമ്പ് കണ്ട പടമാണ്. പക്ഷേ ഇപ്പോഴും കണ്ടപ്പോഴും അതിൻ്റെ ക്വാളിറ്റിയും സൗണ്ട് ഡിസൈനും ഈ തലമുറ കാണേണ്ട സിനിമയാണ്. ഒരുപാട് പ്രാവശ്യം TV-യിൽ വന്ന പടമാണ്. എങ്കിലും ഇപ്പോഴും അതേ പുതുമയോടെ കാണാൻ പറ്റും. പടം ഒന്നുമല്ല, 2000-ൽ തിരുവോണ ദിവസം ഞാൻ ശ്രീകുമാർ തിയേറ്ററിൽ നിന്ന് ആദ്യ ഷോ കണ്ട ഒരു വ്യക്തിയാണ്. 24 വർഷങ്ങൾക്ക് ശേഷം ഈ ചിത്രം വീണ്ടും തിയേറ്ററിൽ വരുമ്പോൾ പുത്തൻ സാങ്കേതിക വിദ്യയിലൂടെ വരുമ്പോൾ ഒന്നുകൂടെ കാണാൻ സാധിച്ചത് മഹാഭാഗ്യം തന്നെയാണ്. പിന്നെ നമ്മളിത് ഒട്ടേറെ തവണ TV-യിൽ കണ്ടിട്ടുണ്ടെന്നല്ല തന്നെയും ഈ പടം എന്ന് പറയുന്ന ഒരു ബിഗ് സ്ക്രീനിൽ കാണാൻ ഒരു അവസരം ഉണ്ടാക്കിയതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് വീണ്ടും നന്ദി രേഖപ്പെടുത്തി. ഇത് നമുക്കിപ്പോൾ 24 വർഷം മുമ്പ് തെളിയിച്ച പടം